ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽഫിലിക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സമയബന്ധിതമായ പാഴ്സലുകളിൽ നിന്നും ചെറിയ ചരക്ക് കയറ്റുമതിയിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ കാർഗോ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. താഴത്തെ നിലയിൽ ചരക്ക് കൊണ്ടുപോകുകയും മുകളിലെ ഡെക്കിൽ യാത്രക്കാർ ഇരിക്കുകയും ചെയ്യുന്ന ഡബിൾ ഡെക്കർ മോഡലാണ് നൂതന രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓരോ കോച്ചിനും ഏകദേശം 4 കോടി രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ റോഡ് ഗതാഗതത്തെ ആശ്രയിക്കുന്ന പാഴ്സലുകളും കൊമേഴ്സ് കയറ്റുമതിയും പോലുള്ള ചെറിയ ചരക്കുകൾ കൈകാര്യം ചെയ്യുക എന്നതാണ് ആശയം. ഇത് റെയിൽവേയുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഒരു ട്രാൻസ്പോർട്ടർ എന്ന നിലയിൽ മത്സരാധിഷ്ഠിതമായി തുടരുന്നതിനുമുള്ള നീക്കമാണ്. 2024 അവസാനത്തിൽ ഒരു അവലോകന വേളയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പദ്ധതിക്ക് പ്രോത്സാഹനം ലഭിച്ചു. 2030 3000 ദശലക്ഷം ടൺ ചരക്ക് എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരക്ക് വരുമാനത്തിന്റെ 60% കൽക്കരിയും ഇരുമ്പയിരും വഹിക്കുന്നു. വിമാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ബെല്ലി ഫ്രൈറ്റ് ആശയത്തെ അടിസ്ഥാനമാക്കി കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറി ഒരു ഡബിൾ ഡെക്കർ കോച്ച് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് അപ്പർ ഡെക്കിൽ പാൻട്രിയും ടോയ്ലറ്റുകളും ഉൾപ്പെടെ 46 സീറ്റുകളും താഴത്തെ ഡെക്കിൽ 6 ടൺ വരെ ചരക്ക് സംഭരിക്കാനും സൗകര്യമുണ്ട്. ഇത് രാജ്യത്തെ ആദ്യത്തെ കാർഗോ ലൈനർ ട്രെയിൻ ആയിരിക്കും. ഈ പ്രത്യേക നിർമ്മിത കോച്ചുകൾ ഓഗസ്റ്റിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം സവിശേഷമായ ഒരു രൂപകൽപ്പനയാണിത്. കൂടാതെ ഈ കോച്ചുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും. പ്രോട്ടോടൈപ്പ് കോച്ച് തയ്യാറായി കഴിഞ്ഞാൽ ഇത് RDSOയിലേക്ക് പരീക്ഷണത്തിനായി അയക്കും. വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം കൂടുതൽ കോച്ചുകൾ നിർമ്മിക്കുകയും 20 കോച്ചുകൾ വീതമുള്ള ഇത്തരം 2 ട്രെയിനുകൾ നിശ്ചിത റൂട്ടുകളിൽ നിശ്ചിത പോയിന്റുകൾക്കിടയിൽ പതിവായി ഓടിക്കാൻ പദ്ധതിയിടുകയും ചെയ്യും. കാർഗോ ലൈനറുകൾ എന്ന ആശയത്തിലേക്കുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ സംരംഭമാണിത്. കൊറിയർ ബിസിനസിന്റെ വലിയൊരു പങ്ക് പിടിച്ചെടുക്കുന്നതിനായി ഇന്ത്യ പോസ്റ്റുമായുള്ള സഹകരണവും മന്ത്രാലയം പരിശോധിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ റെയിൽ ചരക്കു ഗതാഗതം 5% വർദ്ധിച്ച് 1591 ദശലക്ഷം ടണ്ണായി. പുതിയ ഈ മാറ്റത്തിൽ ഇന്ത്യൻ റെയിൽവേ 2030 10% സംയോജിത വാർഷിക വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് വിദഗ്ധർ കണക്കാക്കുന്നു. യാത്രക്കാർക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ മികച്ച സേവനങ്ങൾ നൽകുമെന്ന ലക്ഷ്യത്തോടെ പുതുമയോടും കാര്യക്ഷമതയോടുമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിബദ്ധത ഈ വികസനം പ്രതിഫലിപ്പിക്കുന്നു. കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.